ഈ ഇറങ്ങിപ്പോക്കിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള ശാസനയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ 2 തവണ മലപ്പുറത്ത് ജയിച്ച ആളാണ്. മാത്രമല്ല താനൂരിൽ 5 വർഷം MLA ആയിരുന്ന ഒരാളുടെ മകൻ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതല്ലെങ്കിലും താനൂര് കേരളത്തിലായതുകൊണ്ട് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ള അവകാശമുണ്ട് എന്ന് ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. സർ, ചില സ്ഥലത്ത് പോലീസ് ഗുണ്ടകളുടെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് പോലീസ് തന്നെ ഗുണ്ടകളുടെ റോളിൽ വരുന്നു എന്നുള്ളത് താനൂരിൽ വളരെ പ്രകടമായിരിക്കുകയാണ്. സർ, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നെടുത്തു നോക്കുകയാണെങ്കിൽ ആരാണിത് തുടക്കം കുറിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഒരു വീട് തനിയെ പൊട്ടിത്തെറിക്കുന്നത്? ആ വീട് പൊട്ടിത്തെറിക്കുന്നതിനുള്ള കാരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആരാണ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ തുടക്കം കുറിച്ചത് എന്ന് ബോധ്യമാകും. അതിനുശേഷം പോലീസ് നടത്തിയിട്ടുള്ള നരനായാട്ട്. സർ, പലായനം ചെയ്യുന്ന സ്ത്രീകൾ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ സ്ത്രീകൾ കെട്ടുമായി പലായനം ചെയ്യുന്ന അവസ്ഥ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സർ, പോലീസിന് പരിക്ക് പറ്റി ചില സ്ഥലത്ത് എന്ന് പറഞ്ഞു. സർ, ഒന്ന് അന്വേഷിക്കണം ആ പോലീസിന് എങ്ങനെ പരിക്ക് പറ്റി എന്നുള്ളത്. പോലീസിനെ കല്ലെറിഞ്ഞത് ആരാണ്, പോലീസിനെതിരെ അവിടെ സംഘർഷമുണ്ടാക്കിയത് ആരാണ് എന്നുള്ളത് ഉള്ള റിപ്പോർട്ടെങ്കിലും സത്യസന്ധമായി അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് കിട്ടിയിട്ടുള്ളതും CPM പ്രവർത്തകരിൽ നിന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകും. ഈ അരിശം മുഴുവൻ തീർക്കുന്നത് പോലീസ് അവിടെയുള്ള പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ മേലിലാണ്. ഞങ്ങൾക്ക് അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചതുകൊണ്ട് ആലിളകേണ്ട ആവശ്യമില്ല. ഒരു ചക്ക വീണപ്പോൾ കിട്ടിയ മുയല് എന്നുള്ളതല്ലാതെ ആ പ്രദേശത്ത് ലീഗിനെ ഒരു പോറലുമേൽപ്പിക്കാൻ ഇവിടെ ആരും ആയിട്ടില്ല. കാണാം, നമുക്ക് മലപ്പുറത്ത് കാണാം. അതിനെക്കുറിച്ച് ഇപ്പൊ പറയണ്ട. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗർഭിണിയായ സ്ത്രീകളെ എന്തിനാണ് ആക്രമിച്ചത്? ആ സ്ത്രീകളെ ആരാണ് ആശുപത്രിയിൽ എത്തിച്ചത്? അങ്ങ് പോലീസിനോട് ചോദിക്കൂ. ഗർഭിണിയായ സ്ത്രീകൾ എന്തിനാക്രമിക്കപ്പെട്ടു? 12 വയസ്സുള്ള ഒരു കുട്ടി, ഏതാക്രമണത്തിനാണ് അവൻ നേതൃത്വം കൊടുത്തത്? അവൻ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അവനെ ആക്രമിച്ചു, അവനെ പോലീസ് ആക്രമിക്കുന്നു. എല്ലാ വീടുകളിലും കയറി പോലീസ് ആക്രമണം നടത്തുന്നു. പോലീസ് ഇങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു അവസ്ഥയിലേക്ക് താനൂരിനെ എത്തിച്ചു. പോലീസും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ലീഗിനെ ഇല്ലാതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹത്തിൽ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ ഇറക്കി വെക്കുന്നതാണ് നല്ലത്. ഏതായാലും അവിടുത്തെ സംഘർഷത്തിന്റെ കാരണം നമ്മൾ അധികം ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് അവിടുത്തെ MLAയുടെ പ്രസംഗം കൊണ്ട് തന്നെ മനസ്സിലായി. ഇവിടെ ഇതാണെങ്കിൽ അവിടെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അവിടെ സംഘർഷം ഇല്ലെങ്കിലേ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് ഗുണകരമല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായ പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും എന്റെ കക്ഷിയും ഇറങ്ങിപ്പോകുന്നു.